നമസ്കാരം. ജനയുഗം സ്ത്രീയുഗത്തിലേക്ക് സ്വാഗതം. ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ ചിലി വീണ്ടും ചുവക്കാനൊരുങ്ങുന്നു. ആദ്യഘട്ട പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ യൂണിറ്റി ഫോർ ചിലി എന്ന ഇടതുപക്ഷ പുരോഗമന സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗവുമായ ജനറ്റ് ജാരയുടെ തണലിലാണ് ചിലിയിലെ കമ്മ്യൂണിസ്റ്റ് മുന്നേറ്റം. 26.85% വോട്ട് നേടിയാണ് ജനറ്റ് മുന്നിലെത്തിയത്. പകുതിയിലധികം ബാലറ്റുകൾ എണ്ണിയപ്പോൾ ജാരയ്ക്ക് 27% വോട്ടും തീവ്ര വലതുപക്ഷ എതിരാളികളായ ഹൊസെ അന്റോണിയോ കാസ്റ്റിന് 24% വോട്ടും ലഭിച്ചു. ഇരുവർക്കും 50%-ൽ കൂടുതൽ വോട്ട് ലഭിക്കാത്തതിനാൽ ഡിസംബർ 14-ന് രണ്ടാം ഘട്ട വോട്ടെടുപ്പ് നടക്കും. പ്രതികൂല സാഹചര്യങ്ങൾ ഏറെയുണ്ടെങ്കിലും അതിനെയെല്ലാം മുറിച്ചു കടക്കാനുള്ള കൂട്ടായ പ്രവർത്തനമാണ് ഇടതുപക്ഷ പുരോഗമന സഖ്യം നടത്തുന്നത്. അത് വിജയിച്ചാൽ ചിലിയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗം പ്രസിഡന്റ് ആകും. ജനറ്റ 2022 മാർച്ച് മുതൽ 2025 ഏപ്രിൽ വരെ ചിലിയുടെ തൊഴിൽ സാമൂഹിക ക്ഷേമ മന്ത്രിയായിരുന്നു. പ്രസിഡന്റ് ഹബ്രിയേൻ ബോറിന് കീഴിൽ തൊഴിൽ മന്ത്രിയായിരുന്നപ്പോൾ അവർ സ്വീകരിച്ച തൊഴിലാളി സൗഹൃദ നിലപാടുകളാണ് പ്രാഥമിക റൗണ്ടിൽ വൻ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ചത്. തൊഴിൽ സമയം ആഴ്ചയിൽ 40 മണിക്കൂറായി കുറച്ചുകൊണ്ട് നടത്തിയ പരിഷ്കാരം ചിലിയിലെ സാധാരണ ജനങ്ങൾക്കിടയിൽ വലിയ ചർച്ചയായി. തൊഴിലിടങ്ങളിലെ പീഡനങ്ങൾക്കെതിരെ കർശന നിയമങ്ങൾ കൊണ്ടുവന്ന തൊഴിൽ സുരക്ഷ വർദ്ധിപ്പിച്ചതും പുതിയ പെൻഷൻ പദ്ധതി നടപ്പിലാക്കിയതും ജാരയുടെ ജനപ്രീതി വർദ്ധിപ്പിച്ചു. തൊഴിലാളികൾക്ക് മാന്യമായ വേതനവും പെൻഷനും തൊഴിൽ സുരക്ഷയും ഒരുക്കിയതിലൂടെ അരികുവൽക്കരിക്കപ്പെട്ട ബഹുഭൂരിപക്ഷം വരുന്ന പണിയെടുക്കുന്ന ചിലിയൻ ജനതയുടെയും കണ്ണിലുണ്ണിയായി ജാര മാറി. തൊഴിലാളി യൂണിയനുകൾക്ക് അംഗീകാരം നൽകുകയും തൊഴിൽശാലകളിൽ ഉടമസ്ഥരും തൊഴിൽ സംഘടനകളുമായി വേതനം, തൊഴിൽ ഘടന എന്നിവയിൽ വ്യക്തമായ കരാറുകൾ ഉണ്ടാക്കുവാൻ നിർദ്ദേശം നൽകുകയും ചെയ്തു. സാന്റിയാഗോ സർവകലാശാലയിൽ ഫെഡറേഷൻ ഓഫ് സ്റ്റുഡൻസിന്റെ പ്രസിഡന്റായിരുന്ന ജാരെ പഠനകാലത്ത് തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രധാന പ്രവർത്തകയായിരുന്നു. 2018 മുതൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ചിലിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമായ ജാരെ പ്രവർത്തിച്ചു വരുന്നു. ലോകത്തെവിടെയും സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് സർക്കാരുകളെ ഭരിക്കാൻ അനുവദിക്കില്ല എന്ന അമേരിക്കൻ സാമ്രാജ്യത്വ തിട്ടൂരത്തിനേറ്റ തിരിച്ചടിയാണ് ജനറ്റിന്റെ മുന്നേറ്റം. ലോകത്ത് പലയിടത്തും ഇത്തരം കുത്തക വലതുപക്ഷ സാമ്പത്തിക നയങ്ങൾക്കെതിരെ ജനങ്ങൾ ഒന്നിച്ച് ഉയരുന്നതിന്റെ ലക്ഷണങ്ങൾ കണ്ടുവരുന്നുണ്ട്. അമേരിക്ക രാഷ്ട്രീയ സ്ഥിരത സൃഷ്ടിക്കുന്ന വെനസ്വേലയിൽ നിന്ന് വർദ്ധിച്ച തോതിലെത്തുന്ന കുടിയേറ്റക്കാരെ മുന്നിൽ നിർത്തി കമ്മ്യൂണിസ്റ്റ് വിരോധം പടർത്താനാണ് വലതുപക്ഷം ശ്രമിക്കുന്നത്. എന്നാൽ ലാറ്റിൻ അമേരിക്കയെ നിയന്ത്രിക്കാനുള്ള ഈ അമേരിക്കൻ അജണ്ട തുറന്നുകാട്ടുന്നതിനൊപ്പം രാഷ്ട്രീയ സംവാദം ജനകീയ വിഷയങ്ങളിലേക്ക് തിരിച്ചുവിടാനാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും യൂണിറ്റി ഫോർ ചിലിയും ശ്രമിക്കുന്നത്. ചിലിയുടെ സാമ്പത്തിക നില ഭദ്രമാക്കാൻ ലിഥിയം ഖനനം വർദ്ധിപ്പിച്ച് സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾക്കുള്ള പണം കണ്ടെത്തുമെന്നും അനധികൃത കുടിയേറ്റം തടയാൻ അതിർത്തിയിൽ സുരക്ഷാ സംവിധാനം ശക്തമാക്കുമെന്നും ജനറ്റ് പറയുന്നു. കാസ്റ്റ് അധികാരത്തിൽ വന്നാൽ അത് പിനോഷെ ഭരണത്തിന്റെ തുടർച്ചയാകുമെന്ന ഇടതുപക്ഷം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. 10,000-കണക്കിന് പേരെ കൊന്നുതള്ളിയ കിരാത ഭരണത്തിന്റെ ഓർമ്മ ചിലിയെ ഇന്നും വേട്ടയാടുന്നുണ്ട്. അത് തിരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് ഇടതുപക്ഷ അനുഭാവികൾ. സ്ത്രീയുഗത്തിന്റെ മറ്റൊരു എപ്പിസോഡിലൂടെ വീണ്ടും കാണാം. നമസ്കാരം.